Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. Glass Palace, MM Road, Pilattara. Annum, innum, ennum. Didi Electrical and Hardwares, Railway Station Road, Paliyangadi. Aura Home Center. Aura, Oru Veedu. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ പഴയങ്ങാടി. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവർ ആരംഭിക്കുന്നു. പ്രധാന തലക്കെട്ടുകൾ ആദ്യം. ഡിസംബർ 20 കോവിഡ് പശ്ചാത്തലത്തിൽ ആളും ആരവങ്ങളുമില്ല. കരിവെള്ളൂർ രക്തസാക്ഷിയുടെ ഓർമ്മ പുതുക്കി രക്തസാക്ഷി നഗറിൽ പതാക ഉയർത്തി. കർഷക സമരങ്ങൾ ഇന്നും അടിച്ചമർത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ടി.ഐ. മധുസൂദനൻ. KSTP റോഡിൽ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി താവം റെയിൽവേ മേൽപ്പാലം. എക്സ്പാൻഷൻ ജോയിന്റുകൾക്കിടയിലെ പൊട്ടിയ ഇരുമ്പ് കവചം മാറ്റി സ്ഥാപിക്കാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ടി വി രാജേഷ് MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു. LDF മുൻ വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റ ശ്രമവും അസഭ്യവർഷവും. പരാതിയുടെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. പയ്യന്നൂരിലെ കോൺഗ്രസിനകത്തുണ്ടായ പൊട്ടിത്തെറിക്ക് പിന്നാലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി 3ആയി വിഭജിക്കുന്നു. കോൺഗ്രസിനേറ്റ കനത്ത പരാജയം പാർട്ടിക്കകത്ത് ഉൾപ്പോര് ശക്തമാക്കുന്നു. പുളിങ്ങോം മണ്ഡലം പ്രസിഡന്റിന്റെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെ രംഗത്ത്. ചെറുപുഴ തേജസ്വിനിപ്പുഴയുടെ കമ്പിപ്പാലം ഭാഗത്ത് നിർമ്മിച്ച വെൻഡഡ് ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ ഇനിയും നടപടിയായില്ല. ഇത്തവണയും ഇക്കോ പാർക്കിൽ പ്രതീക്ഷയർപ്പിച്ച് കുണിയൻ ജനങ്ങൾ. വാർത്തകൾ വിശദമായി. 946 ഡിസംബർ 20 കേരളത്തിന്റെ കർഷക സമര ചരിത്രത്തിലെ നിർണായക ദിനം. അന്നാണ് കരിവെള്ളൂർ സമരം നടന്നത്. ഒരു ജനത അവരുടെ നിലനിൽപ്പിനു വേണ്ടി നടത്തിയ പോരാട്ടം. ഈ സമരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കൊല്ലം രക്തസാക്ഷി നഗർ നിറഞ്ഞു കവിഞ്ഞിട്ടില്ല. കേരളത്തിന്റെ സമരചരിത്രത്തിൽ ചോര കൊണ്ടെഴുതപ്പെട്ട ദിനമാണ് ഡിസംബർ 20. അന്നാണ് ഐതിഹാസികമായ കരിവെള്ളൂർ സമരം നടന്നത്. ഭക്ഷ്യക്ഷാമം അതിന്റെ കൊടിയ രൂക്ഷതയിൽ നടമാടിയിരുന്ന കാലത്ത് തങ്ങൾ ഉൽപ്പാദിപ്പിച്ച നെല്ല് ന്യായമായ വിലയ്ക്ക് അവിടെ തന്നെ വിതരണം ചെയ്യണമെന്നായിരുന്നു സമരനായകൻ AV കുഞ്ഞമ്പു അടക്കമുള്ളവർ വാദിച്ചിരുന്നത്. നെല്ല് കടത്തിക്കൊണ്ടുപോകാൻ കുണിയനിലെത്തിയ ചിറക്കൽ രാജാവിന്റെ കിങ്കരന്മാരെയും പോലീസുകാരെയും AV കുഞ്ഞമ്പുവിന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ തടയുകയും ചെയ്തു. പിന്നെ കുണിയൻ പുഴയിലൂടെ ഒഴുകിയത് ചോരയായിരുന്നു. വെടിയേറ്റ് ആദ്യം വീണത് കീനേരി കുഞ്ഞമ്പുവായിരുന്നു. അന്ന് 14 വയസ്സ് മാത്രമായിരുന്നു കുഞ്ഞമ്പുവിന്റെ പ്രായം. രണ്ടാമത് വെടിയേറ്റത് തിടിയിൽ കണ്ണനാണ്. ബയണറ്റിന്റെ കുത്തേറ്റ് വീണവർ നിരവധിയാണ്. കുണിയന്റെ മണ്ണ് ചോര കൊണ്ട് തൊടുത്തു. രക്തരൂക്ഷിതമായ എതിർപ്പുകൾ കെട്ടടങ്ങിയപ്പോഴേക്കും പലരും മൃതപ്രായരായി കഴിഞ്ഞിരുന്നു. ഒരു ജനത അവരുടെ നിലനിൽപ്പിനു വേണ്ടി നടത്തിയ സമരം അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.ഐ. മധുസൂദനൻ പറയുന്നു. കോവിഡ് മാനദണ്ഡപ്രകാരം പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കൂടി ജാഗ്രത നാട്ടിലുടനീളം വേണം എന്നുള്ളത് ആരോഗ്യ വകുപ്പിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ നിർദ്ദേശമാണ്. അതൊക്കെ മാനിച്ചുകൊണ്ട് ജനങ്ങളുടെ വലിയ കേന്ദ്രീകരണം ഈ ഒരു ഘട്ടത്തിൽ ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു ദിനാചരണ പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തത്. ഇന്നിപ്പോൾ കാലത്ത് രക്തസാക്ഷി നഗറിൽ പതാക ഉയർത്തി അനുസ്മരണ പരിപാടി പരിമിതമായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് സംഘടിപ്പിച്ചു. ഇതിനെ തുടർന്ന് വൈകിട്ട് ഓൺലൈനിലാണ് അനുസ്മരണ പരിപാടികൾ സഖാവ് MA ബേബിയും MV ജയരാജനും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നടക്കുന്നത്.
കരുവള്ളൂരിൻ്റെ ആവേശം ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ ഒഴുകി വന്ന് ആവേശത്തിൽ ഒരു മനുഷ്യനായിട്ട് നിവർന്നു നിൽക്കാനുള്ള കരുവള്ളൂരിൻ്റെ ആ ഒരു ആഗ്രഹത്തിന് ഇപ്രാവശ്യം സാഫല്യമടയാൻ വഴിയില്ല എന്നുള്ളതിൻ്റെ വിഷമതകൾ കൂടി നമ്മൾ നേരിടുന്നു. വർഷങ്ങളായി ഡിസംബർ 20 വൈകുന്നേരം നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ദൂരദേശത്തു നിന്ന് പോലും ആൾക്കാർ എത്തിച്ചേർന്നിരുന്നു. അവർക്ക് ഇത് കേവലം ഒരു ആവേശം മാത്രമായിരുന്നില്ല, ഒരു വികാരം തന്നെയായിരുന്നു. ഈ വർഷം ആ ചടങ്ങ് ചെറിയ രീതിയിൽ മാത്രം ഒതുങ്ങി. അടികൊണ്ടും ഇടികൊണ്ടും വെടികൊണ്ടും വീണവർ അനീതിക്കെതിരെ പോരാടുന്നവർക്ക് ഒരാവേശമാണെന്ന് കരിവള്ളൂർ സമരനായകനായ AV കുഞ്ഞമ്പുവിന്റെ മകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ കരിവള്ളൂർ മുരളി പറയുന്നു. 1934 ഏപ്രിൽ 13 കരിവള്ളൂരിൽ രൂപം കൊണ്ട അഭിനവ ഭാരത യുവക് സംഘം, 1935 കരിവള്ളൂർ സ്ഥാപിതമായ കർഷക സംഘം, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതിൻ്റെ ഒക്കെ ഒരു മുന്നേറ്റത്തിൻ്റെ ഘട്ടത്തിലാണ് ജന്മിനാടുവാഴ്ത്തത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും പേറിക്കൊണ്ടിരുന്ന കമ്മിപ്രദേശമായ ഒരു ദരിദ്ര ഗ്രാമമായ കരിവള്ളൂർ പതുക്കെ പതുക്കെ ഉണർന്നു മുന്നോട്ട് വരുന്നത്. നാം അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കരിവള്ളൂരിലെ കൃഷിഭൂമിയുടെ മഹാഭൂരിപക്ഷവും സത്യത്തിൽ ചിറക്കൽ കോവിലകത്തിൻ്റെ കയ്യിലായിരുന്നു. ചിറക്കൽ കോവിലകത്തിൻ്റെ പാട്ടക്കുടിയാന്മാരും കാണക്കുടിയാന്മാരുമായി തീർന്ന ആയിരക്കണക്കായ കൃഷിക്കാർ അവരുൽപ്പാദിപ്പിച്ച നെല്ല് വാരമായും പാട്ടമായും മുഴുവൻ ചിറക്കൽ കോവിലകത്ത് നൽകേണ്ടിയിരുന്നു. ഏറ്റവും മുകളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം, അതിൻ്റെ താഴെ ജന്മിനാടുവാഴ്ത്തം, ഏറ്റവും അടിത്തട്ടിൽ കർഷകർ. ഇങ്ങനെ ഒരു വ്യവസ്ഥയാണ്, ഭരണത്തിൻ്റെ ഒരു സിസ്റ്റമാണ് ഇവിടെ നിലനിന്നിരുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് പാവപ്പെട്ട കൃഷിക്കാർ കാലപ്പഴ വന്നാലും വിളനാശം ഉണ്ടായാലും എങ്ങനെ വന്നാലും ഈ പിരിവ് കൊടുക്കണം എന്ന തീരുമാനം ഉണ്ടായിരുന്നപ്പോൾ അതിനെതിരായി അങ്ങനെ പിരിച്ചെടുക്കുന്ന നെല്ല് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകുന്നതിന് പകരം അത് PCC സൊസൈറ്റികൾ വഴി ഇവിടെ വിതരണം ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചത്. 1500 പറ നെല്ല് കുണിയനിലെ കളപ്പുരയിൽ ഭണ്ഡാരപ്പുരയിൽ അവർ ശേഖരിച്ചു വെച്ചിരുന്നു. അത് കടത്തിക്കൊണ്ടുപോകരുത്, അതിവിടുത്തെ സ്റ്റോറിൽ വിതരണം ചെയ്യണം. ഇതായിരുന്നു കർഷക സംഘത്തിൻ്റെ ആവശ്യം. ഇവിടെ ഒരു കർഷക സമരത്തിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ അങ്ങ് തലസ്ഥാനത്ത് ഒരു സംഘം കർഷകർ അവരുടെ നിലനിൽപ്പിനായുള്ള സമരത്തിലാണെന്നത് കേവലം യാദൃശ്ചികത മാത്രമാകും. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കരിവള്ളൂർ സമരത്തിന്റെ ഓർമ്മ പുതുക്കി കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ പതാക ഉയർത്തി. മുതിർന്ന പാർട്ടി അംഗം EP കരുണാകരനാണ് പതാക ഉയർത്തിയത്. ഒരു കരിവെള്ളൂർ രക്തസാക്ഷി ദിനം കൂടി കടന്നുപോയിരിക്കുന്നു. മുൻകാലങ്ങളെ പോലെ ഇക്കൊല്ലം വലിയ ആളും ആരവമൊന്നും ഇല്ലായിരുന്നു. കോവിഡ് അതിന് ജനതയെ അനുവദിച്ചില്ല. EP കരുണാകരൻ പതാക ഉയർത്തി. തുടർന്ന് സുകുമാരൻ പതാക ഗാനം ചൊല്ലിക്കൊടുത്തു. P രമേശന്റെ മുദ്രാവാക്യം വിളി കൂടിയിരുന്നവരിൽ ആവേശമുണർത്തി. രാവിലെ തന്നെ ആൾക്കാർ എത്തിച്ചേർന്നിരുന്നു. കോവിഡിനെതിരെ പ്രതിരോധം തീർത്താണ് രക്തത്തിൽ പാർട്ടിയുടെ ആവേശമൊഴുകുന്നവർ രക്തസാക്ഷി നഗറിൽ അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കരിവെള്ളൂർ സമരത്തിന്റെ 74ാമത് വാർഷിക ദിനം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ പ്രഭാഷണം നടത്തി. കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്ന ചെറു സമ്മേളനം കരിവള്ളൂർ സമരത്തിന്റെ ഓർമ്മ പുതുക്കലായി. നന്നേ കുറച്ചാളുകൾ മാത്രം പങ്കെടുത്ത പ്രഭാഷണ സമ്മേളനത്തിൽ കർഷക സമരങ്ങളിൽ നിന്നും അടിച്ചമർത്തപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് TI മധുസൂദനൻ അഭിപ്രായപ്പെട്ടു. കാരണം ഒരു കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നമായി ഉയർന്നു വന്നിട്ടുള്ള പോരാട്ടമാണ് കരുവള്ളൂരിലെ കർഷകരുടെയും സാധാരണക്കാരുടെയും നെഞ്ചു ചേർത്ത് നിന്നുകൊണ്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ ആവേശത്തിൽ കരുവള്ളൂരിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വിത്ത് പാകുകയും ചെയ്തിട്ടുള്ള ഒരു തലമുറ. ചടങ്ങിൽ K നാരായണൻ അധ്യക്ഷനായി. C കൃഷ്ണൻ MLA, K നാരായണൻ, V നാരായണൻ, P രമേശൻ, V കുഞ്ഞികൃഷ്ണൻ, M രാഘവൻ, KV ബാബു, EK മുകുന്ദൻ മാസ്റ്റർ, PV നാരായണി,
കെ മാലതി, എ പ്രസന്ന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. KSTP റോഡിൽ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി താവം റെയിൽവേ മേൽപ്പാലം. താവം റെയിൽവേ മേൽപ്പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റുകൾക്കിടയിലെ പൊട്ടിയ ഇരുമ്പ് കവചം മാറ്റി സ്ഥാപിക്കാത്തതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. താവം റെയിൽവേ മേൽപ്പാലം മറ്റൊരു പാലാരിവട്ടമാകുമോ എന്നാണ് ജനം ചോദിക്കുന്നത്. പാലം നിർമ്മാണത്തിലെ അപാകത നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പാലത്തിന് മുകളിലെ ഇരുമ്പ് പട്ട പൊട്ടി അപകട ഭീഷണി ഉയർത്തുകയാണ്. നിരവധി തവണ ഇത് തകരാറിലായിട്ടുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് ഇതുവരെയായും സാധിച്ചിട്ടില്ല. KSTP അധികൃതർ അലംഭാവം കാണിക്കുകയാണെന്നാണ് പരാതി ഉയരുന്നത്. TV രാജേഷ് MLA ഉൾപ്പെടെ നിരവധി തവണ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നെങ്കിലും ശാശ്വത പരിഹാരം ഇതുവരെയായും ഉണ്ടായിട്ടില്ല. പ്രശ്നത്തിന് നടപടിയുണ്ടാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോടികൾ ചെലവിട്ടുകൊണ്ടാണ് താവം മേൽപ്പാലം നിർമ്മിച്ചത്. മേൽപ്പാലം നിർമ്മിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു പൊട്ടലുണ്ടാവുകയും ആ പൊട്ടൽ ഈ സമയം വരെ ചൊട്ടു വിദ്യകൾ കൊണ്ട് താൽക്കാലികമായി അടക്കുക എന്നല്ലാതെ ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരം കണ്ടിട്ടില്ല. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് പാലാരിവട്ടത്തെ പാലത്തെക്കുറിച്ച് നഖശികാന്തം സംസാരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ ഈ പാലത്തിൻ്റെ നേർക്കെത്തുമ്പോൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പാല നിർമ്മാണം പൂർത്തിയായി കിട്ടേണ്ട കമ്മീഷൻ കൃത്യമായി കിട്ടി. ഇനി എന്ത് പാലം എന്ന മട്ടിലാണ് ചിലരുടെ പ്രതികരണം. അതേസമയം തകരാറിലായ എക്സ്പാൻഷൻ ജോയിന്റ് മാറ്റി സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് TV രാജേഷ് MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരന് കത്ത് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. LDF മുൻ വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റ ശ്രമവും അസഭ്യവർഷവും. പരാതിയുടെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. പയ്യന്നൂർ നഗരസഭ 31-ാം വാർഡിൽ നിന്നും മത്സരിച്ച K ബബിതയെയാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ബബിതയും DYFI വനിതാ പ്രവർത്തകരും കേളോത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലിരിക്കുമ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകൻ മദ്യപിച്ചു വന്ന് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതെന്ന് ബബിത പറയുന്നു. ഇന്നലെ വൈകുന്നേരം 6:40 നമ്മുടെ പാർട്ടി ഓഫീസിൽ നമ്മൾ വനിതാ പ്രവർത്തകരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ റോഡിലെ കൂടി കണ്ണോത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ വരുന്നുണ്ട്. അയാൾ തോറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് അസഭ്യവാക്കുകളാണ് പറയുന്നത്. അതുപോലെ നമ്മളെ വനിതാ പ്രവർത്തകർ റോഡിലെ കൂടി പോകുമ്പോഴല്ലേ അവരെ തെറി പറഞ്ഞിട്ട് ഇതാക്കല്. ഇതേ തുടർന്ന് ബബിത പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുൻ സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചവർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. കേളോത്ത് 31-ാം വാർഡ് എന്ന് പറഞ്ഞത് UDFന്റെ ഭൂരിപക്ഷ മേഖലയാണ്. അപ്പോൾ ഈ പ്രാവശ്യം സാധാരണക്കാരായ പ്രവർത്തകർ ഇടതുപക്ഷത്തേക്ക് വരികയും നമ്മളെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുകയും ഉണ്ടായി. അപ്പോൾ ഇവരെയാണ് നിരന്തരം പീഡിപ്പിക്കാൻ ശ്രമിക്കും. പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മോശം രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പറയുകയും അതുപോലെ വഴിയെ പോകുമ്പം തെറി വിളിക്കുകയും കൂക്കുകയും ചെയ്യാറുണ്ട്. അപ്പം നിരന്തരം ഞങ്ങൾക്ക് പരാതിയുണ്ട്. അപ്പം മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അതിനുവേണ്ടി നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാവെന്നോ പകലെന്നോ ഭേദമന്യേ പ്രദേശത്ത് മദ്യപരുടെ ശല്യം രൂക്ഷമാണ്. പോലീസും മറ്റും കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനാലാണ് മദ്യപരുടെ ശല്യം നാൾക്കുനാൾ വർദ്ധിക്കുന്നതെന്ന് നാട്ടുകാർക്കിടയിൽ ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിലെ കോൺഗ്രസിനകത്തുണ്ടായ പൊട്ടിത്തെറിക്ക് പിന്നാലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി 3ആയി വിഭജിക്കുന്നു. പയ്യന്നൂർ, വെള്ളൂർ, കോറൂം എന്നിങ്ങനെ വിഭജനം നടത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനമായത്. പയ്യന്നൂർ നഗരസഭയിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ അന്നൂർ കിഴക്കേകോവിലിൽ കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് K ജയരാജ് പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ അസ്വാരസ്യങ്ങൾക്ക് പിന്നാലെയാണ് മണ്ഡലം കമ്മിറ്റി 3ആയി വിഭജിക്കാൻ തീരുമാനമായത്. വില്ലേജ് അടിസ്ഥാനത്തിൽ മണ്ഡലം കമ്മിറ്റികൾ വിഭജിക്കണമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് ആലോചിച്ചിരുന്നെങ്കിലും നടന്നിരുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ മുഴുവൻ ഗ്രൂപ്പുകളും ഉൾപ്പെട്ടവരെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞ ദിവസം യോഗം നടക്കുകയും തീരുമാനം കൈക്കൊള്ളുകയുമായിരുന്നു. 3 മണ്ഡലങ്ങളുടെയും പ്രസിഡന്റ് സ്ഥാനം A ഗ്രൂപ്പിനായിരിക്കും. അതേസമയം യോഗത്തിൽ നിന്നും K ജയരാജ് വിട്ടുനിന്നിരുന്നു. വിഭജന കൺവെൻഷൻ DCCയുടെ അനുമതിയോടെ ഉടൻ തന്നെ നടക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം PC സുബൈദക്കെതിരെ കോൺഗ്രസ് നേതാവ് PK ഫൈസൽ നടത്തിയ അശ്ലീല പരാമർശത്തിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. എടച്ചാക്കയിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. മൂസ ഹാജിമുക്കിൽ നടന്ന പൊതുയോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം KP വത്സലൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹ മധ്യത്തിൽ മോശമായി ചിത്രീകരിക്കാനുള്ള സമീപനങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവർത്തിക്കുന്നവരെ എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാവുന്ന പാർട്ടിയാണ് CPIM ഈ ജനകീയ പ്രസ്ഥാനം. അതുകൊണ്ട് ഫൈസലും കൂട്ടരും ആലോചിച്ചാൽ മതി. പഠന പഞ്ചായത്ത് അശാസ്ത്രീയമായിട്ട് കഴിഞ്ഞ തവണ UDF ഭരണത്തിൽ വിഭജിച്ച് ആ വിഭജനത്തിലൂടെ ഭരണം നേടിയിട്ടുള്ള പഠന പഞ്ചായത്തിലെ UDF നേതൃത്വം ആലോചിക്കണം. C. കുഞ്ഞികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K. സുധാകരൻ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി MPV ജാനകി, C. കുഞ്ഞികൃഷ്ണൻ, K. മുരളി, VK ഹനീഫ ഹാജി, MKC അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. TP കുഞ്ഞബ്ദുള്ള ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ദേശീയപാത വികസനത്തിന് സ്ഥലം നൽകിയവർക്കുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് TV രാജേഷ് MLA ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും TV രാജേഷ് MLA കത്ത് നൽകി. കുഞ്ഞിമംഗലം വില്ലേജിൽ 222 പേർക്ക് 4.3608 ഹെക്ടർ സ്ഥലത്തിന് 58.89 കോടി രൂപയും, ചെറുതാഴത്ത് 4.029 ഹെക്ടർ സ്ഥലത്തിന് 242 പേർക്ക് 96.04 കോടിയും, കല്യാശ്ശേരി 7.9438 ഹെക്ടർ സ്ഥലത്തിന് 452 പേർക്ക് 172.78 കോടിയും നഷ്ടപരിഹാരമായി ലഭിക്കാനുണ്ട്. കല്യാശ്ശേരി വില്ലേജിൽ 50 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി 122.78 കോടി രൂപ ലഭിക്കാനുണ്ട്. പാപ്പനശ്ശേരി വില്ലേജിൽ 6.1767 ഹെക്ടർ സ്ഥലത്തിന് 235 പേർക്ക് 112.27 കോടി രൂപ ലഭിക്കാനുണ്ട്. പാപ്പനശ്ശേരി വില്ലേജിൽ ഇപ്പോൾ 64 കോടി രൂപ നഷ്ടപരിഹാരമായി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി 48.27 കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കാനുണ്ട്. കടന്നപ്പള്ളി വില്ലേജിൽ 0.0399 ഹെക്ടർ സ്ഥലത്തിന് 3 പേർക്ക് 1.75 കോടിയും നൽകണം. നഷ്ടപരിഹാരം എത്രയും വേഗത്തിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നൽകിയ കത്തിൽ MLA TV രാജേഷ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ ഒരു ഭരണസമിതി കൂടി തിങ്കളാഴ്ച ഭരണമേൽക്കുകയാണ്. മുന്നിൽ കടമ്പകൾ ഏറെ കടക്കാനുണ്ട്. അതിൽ ആദ്യത്തേതാണ് കുണിയനിൽ വിഭാവനം ചെയ്ത ഇക്കോ പാർക്ക്. കുണിയന്റെ ഭൂമികയിൽ ഒരു രാഷ്ട്രീയ സാംസ്കാരിക വിനോദ പാർക്ക് എന്ന ആശയത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മനോഹാരിത വഴിഞ്ഞൊഴുകുന്ന ഈ ഭൂമി സമരം കൊണ്ട് മാത്രമല്ല അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. വൈവിധ്യമാർന്ന വള്ളിപ്പടർപ്പുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും സമ്പന്നമായ ഒരു കാവുണ്ടിവിടെ. ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണിവിടം. നിരവധി പക്ഷികൾ ഇവിടെ ചേക്കേറുന്നു. കർഷക സമരത്തിന്റെ ചോര വീണ ഈ മണ്ണിൽ ഒരു പഠന വിനോദ കേന്ദ്രം എന്ന ആശയത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K. നാരായണൻ പ്രസിഡന്റായിരുന്ന കാലത്താണ് കുണിയനിൽ ഒരു ഇക്കോ പാർക്ക് എന്ന ആശയത്തിന് തുടക്കമിടുകയും ആ പദ്ധതിയുമായി ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തത്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. അവിടെയാണ് ഈ പാർക്ക് രൂപവൽക്കരിക്കേണ്ട ആശയം. ഇപ്പോൾ സൈബീരിയൻ ഉൾപ്പെടെയുള്ള ദേശാടന പക്ഷികൾ ഒത്തുകൂടുന്ന സ്ഥലമാണ് ഇവിടെ. 182ഓളം വരുന്ന ദേശാടന പക്ഷികൾ അവിടെ ഒത്തുകൂടുന്നത്. പക്ഷിശാസ്ത്രജ്ഞന്മാരാണ് അത് കണ്ടെത്തിയത്. അങ്ങനെ 2-3 സെമിനാറുകൾ സംഘടിപ്പിച്ചു. അപ്പോൾ അന്ന് 2005 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥലമെടുക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ പദ്ധതിയിൽ നീക്കിവെച്ചു. അത് കണ്ണൂർ ജില്ലാ സർവേയർ വന്ന് ആ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്ന സന്ദർഭത്തിലായിരുന്നു. 5 ഏക്കർ സ്ഥലത്തായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത്. പിന്നീട് പല കാരണങ്ങളാൽ അത് നിലച്ചു പോവുകയായിരുന്നു. എന്തുകൊണ്ടോ പിന്നീട് വന്ന ഭരണസമിതികൾ ഇത് വേണ്ടത്ര പരിഗണിച്ചില്ല. പുതിയ ഒരു ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി അവർക്കുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനേറ്റ കനത്ത പരാജയം പാർട്ടിക്കകത്ത് ഉൾപ്പോര് ശക്തമായി. പുളിങ്ങോ മണ്ഡലം പ്രസിഡന്റിന്റെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ ഒരു വിഭാഗവും നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു.
പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടത് മാത്രമല്ല വിരലിൽ എണ്ണാവുന്ന സീറ്റുകളിലേക്ക് ഒതുങ്ങിയത് കോൺഗ്രസിന് ചെറിയ ആഘാതമൊന്നുമല്ല ഏൽപ്പിച്ചത്. ഇതുകൂടാതെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമടക്കം പാർട്ടിക്ക് എതിരെ മത്സരിക്കുകയും UDFന്റെ സ്വന്തം സീറ്റുകൾ രണ്ടും നഷ്ടപ്പെടുകയും ചെയ്തത് പാർട്ടിക്കേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. ഇതിൻ്റെയെല്ലാം ഉത്തരവാദിത്തം പാർട്ടി നേതൃത്വത്തിനാണെന്നാണ് ആരോപണം വരുന്നത്. 2 മണ്ഡലം പ്രസിഡന്റുമാരും ഒരു ഉന്നത നേതാവും തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പഞ്ചായത്ത് മുഴുവൻ ശ്രദ്ധിക്കേണ്ടിയിരുന്ന നേതാക്കൾ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നും ജനഹിതം നോക്കാതെയാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചതെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം ആക്ഷേപമുന്നയിക്കുന്നുണ്ട്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നേതാക്കൾ സ്ഥാനം ഒഴിയണമെന്നതും പുതിയൊരു നേതൃത്വം വരാതെ പാർട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല എന്നതും അണികളും യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗവും പറയുന്നുണ്ട്. എന്തൊക്കെയായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ചെറുപുഴ തേജസ്വിനി പുഴയുടെ കമ്പിപ്പാലം ഭാഗത്ത് നിർമ്മിച്ച വെന്റഡ് ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ ഇനിയും നടപടിയായില്ല. ചെക്ക് ഡാമിലെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ജലസംഭരണം നടത്തുന്നതിന് മുന്നോടിയായി തണയിടൽ, അടിഞ്ഞുകൂടിയ മണൽ, ചെളി എന്നിവയുടെ അളവുകൾ ശേഖരിച്ച ഉദ്യോഗസ്ഥർ ഇവ നീക്കം ചെയ്യുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെയായും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. തടയണയിൽ അടിഞ്ഞുകൂടിയ മണൽ, ചെളി, പുഴയിൽ വീണുകിടക്കുന്ന മരങ്ങൾ എന്നിവ നീക്കം ചെയ്യാനും ഉപയോഗശൂന്യമായ ഷട്ടറുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥ സംഘം ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ പരിശോധന നടത്തി കാലങ്ങളായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ചെക്ക് ഡാമിൽ മരപ്പലകയിട്ട് ജലസംഭരണം നടത്താൻ ഇനിയും കാലതാമസമുണ്ടായാൽ പുഴയിൽ വെള്ളമില്ലാത്ത സ്ഥിതിയാവുകയും ചെയ്യും. ചെക്ക് ഡാമിലെ ജലനിരപ്പ് വൻതോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുഴയുടെ ഇരുഭാഗത്തും വൻതോതിൽ മണലും ചെളിയും അടിഞ്ഞുകൂടിയ നിലയിലാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ഗതാഗത പ്രശ്നവും ജലക്ഷാമവും പരിഹരിക്കുന്നതിനാണ് ചെക്ക് ഡാം നിർമ്മിച്ചത്. ഗതാഗത പ്രശ്നം പരിഹരിക്കാനായെങ്കിലും ജലക്ഷാമം ഇന്നും രൂക്ഷമായി തുടരുകയാണ്. വേനൽ കടുക്കുന്നതോടെ ഡാമിലെ ജലനിരപ്പ് താഴ്ന്നതാണ് ജലക്ഷാമം രൂക്ഷമാകാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഡാമിന്റെ ഉയരക്കുറവ് മൂലം ആവശ്യത്തിന് വെള്ളം ശേഖരിക്കാനാകുന്നില്ല. ചെക്ക് ഡാമിന് ഷട്ടറായി ഉപയോഗിച്ചിരുന്ന മരപ്പലകകൾ കാലപ്പഴക്കത്താൽ നശിച്ചു തുടങ്ങി. ഈ വർഷം ഒട്ടേറെ പലകകൾ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം നശിച്ച നിലയിലാണ്. എത്രയും വേഗത്തിൽ ചെക്ക് ഡാമിൽ ജലസംഭരണം ആരംഭിച്ചില്ലെങ്കിൽ മലയോര മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യതയും ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. KSRTC ജീവനക്കാർക്ക് 2018 മാർച്ച് മുതൽ നൽകേണ്ട സപ്ലിമെന്ററി ശമ്പളം വിതരണം ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. 12,000-ഓളം ജീവനക്കാർക്കായി 9.25 കോടി രൂപയാണ് ഈ ഇനത്തിൽ നൽകാനുണ്ടായിരുന്നത്. 2018 കാലഘട്ടം മുതൽ നൽകേണ്ടിയിരുന്ന മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന് വേണ്ടി അപേക്ഷിച്ചവർക്കായി 1.15 കോടി രൂപയും വിതരണം ചെയ്തു. ഈ ഇനത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ 2.69 കോടി രൂപ നൽകിയിരുന്നു. ജീവനക്കാരുടെ മറ്റ് നിക്ഷേപ ക്ഷേമ പദ്ധതികളിലേക്കായി ആകെ 123.46 കോടി രൂപയാണ് ചെലവാക്കിയത്. 2017 മുതൽ LIC, പെൻഷൻ, PF എന്നീ ഇനങ്ങളിൽ കുടിശ്ശികയുണ്ടായിരുന്ന തുകയാണ് ഈ ഇനത്തിൽ നൽകിയതെന്നും മന്ത്രി അറിയിച്ചു. സർക്കാർ പ്രതിമാസം ശമ്പള ഇനത്തിൽ 65 കോടി രൂപയും പെൻഷൻ ഇനത്തിൽ 69 കോടി രൂപയും നൽകുന്നതിനു പുറമെയാണ് ഇപ്പോൾ കുടിശ്ശിക തീർത്തത്. കഴിഞ്ഞ ദിവസം 4.02 കോടി ഇടക്കാലാശ്വാസവും നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂൾ 2019-20 വർഷത്തെ എൻഡോമെന്റ് വിതരണ ഭാഗമായുള്ള സമ്മാന വണ്ടിയുമായി സ്കൂൾ അധികൃതർ ഇത്തവണ കുട്ടികളുടെ വീട്ടിലെത്തി. വിതരണോദ്ഘാടനം TV രാജേഷ് MLA ഓൺലൈനായി നിർവഹിച്ചു. സെൻട്രൽ സ്കൂളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിലെ കാലത്ത് മറക്കാൻ പറ്റാത്ത വലിയൊരു അനുഭവത്തിന്റെ മുതൽക്കൂട്ടുമായി ആയിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാനത്തും പിന്മാറുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിലെ അത്യപൂർവമായി ഉണ്ടാകുന്ന വലിയൊരു മഹോത്സവത്തിന് കഴിഞ്ഞ വർഷം നമ്മൾ തുടക്കം കുറിച്ചു. നാളുകളായി തുടർന്നു വന്നിരുന്ന പലതിനെയും മാറ്റിമറിച്ചുകൊണ്ട് കോവിഡ് മുന്നേറുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും നഷ്ടമാകുന്നത് ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങളാണ്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹപാഠികളുടെയും ഒപ്പം സ്കൂളിൽ വെച്ച് കരഘോഷത്തിന്റെ അകമ്പടിയോടെ ഏറ്റുവാങ്ങേണ്ട സമ്മാനങ്ങൾ കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂൾ അധികൃതർ സമ്മാന വണ്ടിയിലൂടെ അർഹരായ കുട്ടികളുടെ വീട്ടിലെത്തിക്കുകയാണ് ഇത്തവണ.
സ്കൂളിൽ 1 മുതൽ 7 വരെ ക്ലാസുകളിൽ കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾക്കുള്ള 2019-20 വർഷത്തെ എൻഡോമെന്റ് സ്കോളർഷിപ്പുകളും മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും സ്കോളർഷിപ്പുകളും എൻഡോമെന്റുകളുമായാണ് അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങിയ സംഘം സമ്മാനവണ്ടിയിലൂടെ കുട്ടികളുടെ വീടുകളിലെത്തിയത്. പരേതരായ വിവിധ വ്യക്തികളുടെ പേരിലുള്ള എൻഡോമെന്റുകളും വിവിധ ക്ലബ്ബുകളുടെ വകയായുള്ള സ്കോളർഷിപ്പുകളും ഈ അവസരത്തിൽ കുട്ടികൾക്ക് വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ എൻ സുബ്രഹ്മണ്യൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MP പ്രസന്ന, SMC ചെയർമാൻ K ശ്രീകേഷ്, വികസന സമിതി ചെയർമാൻ M ശശീന്ദ്രൻ, M സത്യൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഒപ്പം ഞായറാഴ്ച നടന്ന സമ്മാന വിതരണ പരിപാടിയിൽ സ്കൂൾ ഹെഡ് മാസ്റ്ററും അധ്യാപകരും PT അംഗങ്ങളും സ്കൂൾ വികസന സമിതി അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പുതുവർഷത്തിൽ കൂടുതൽ പേർക്ക് സഹായഹസ്തം നൽകാൻ തയ്യാറെടുത്ത് മാതമംഗലം കൂട്ടായ്മ. ക്രിസ്മസ് പുതുവത്സര കാലത്ത് മാതമംഗലം കൂട്ടായ്മ പ്രതിമാസ ചികിത്സാ സഹായവും വിദ്യാഭ്യാസ സഹായവും നൽകുന്നവരുടെ വീട്ടിലെത്തി അവ കൈമാറി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും നിരവധി സംഘടനകൾക്ക് മാതൃകയാണ് മാതമംഗലം കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ ഈ പുതുവർഷത്തിലും കൂടുതൽ പേർക്ക് സഹായഹസ്തം നൽകാൻ തയ്യാറെടുക്കുകയാണിവർ. കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രളയകാലങ്ങളിലും പിന്നാലെ എത്തിയ കോവിഡ് മഹാമാരിക്കിടയിലും ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേരുടെ കണ്ണീരൊപ്പിയ മാതമംഗലം കൂട്ടായ്മ ഈ ക്രിസ്മസ് പുതുവത്സരകാലത്തും പ്രതിമാസ ചികിത്സാ സഹായവും വിദ്യാഭ്യാസ സഹായവും നൽകുന്നവരുടെ വീട്ടിലെത്തി അവ കൈമാറുകയും ചെയ്തു. ഹരിത രമേശൻ, KV മനീഷ്, K സരിൻ, വിജേഷ് മണത്തന എന്നിവരുടെ നേതൃത്വത്തിലാണ് സഹായധനം കൈമാറിയത്. മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാക്കി വെള്ളോറ, കൈതപ്രം എന്നിവിടങ്ങളിലും സമാന രീതിയിലുള്ള കൂട്ടായ്മകൾ പിറവിയെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. മലയാള കവിതയുടെ മണിനാഥമായ മണികർണിക എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം പയ്യന്നൂരിൽ വെച്ച് നടന്നു. പ്രശസ്ത കവി പവിത്രൻ തീക്കുനി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ജീവിതത്തെ സാക്ഷി നിർത്തി മരണത്തെ വിചാരണ ചെയ്യുന്ന കവിതകളാണ് രാജേഷ് പനയന്തട്ട രചിച്ച കവിതാ സമാഹാരത്തിന്റെ ഉള്ളടക്കമെന്ന് പ്രശസ്ത കവി പവിത്രൻ തീക്കുനി പറഞ്ഞു. ഈ വർഷം നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ജൂലിയൽ സമദൊക്കെ ആ വഴിയിലെ എഴുത്തുകാരാണ്. സ്വന്തം സ്വത്വത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട്, ആത്മാവിനെ പരിക്കേൽപ്പിച്ചുകൊണ്ട് എഴുതുന്ന കവിതകളെയാണ് നമ്മൾ ഏറ്റുപറച്ചൽ കവിതകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുമ്പസാര കവിതകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വായന ഈ കവിതകളിൽ ചിലയിടത്ത് സാധ്യമാവുന്നുണ്ട്. മറ്റ് ഒരു വഴിയെന്ന് പറയുന്നത് സുപ്രീം കോടതി അഭിഭാഷകനും പയ്യന്നൂർ സ്വദേശിയുമായ രാജേഷ് പനയന്തട്ടയുടെ മണികർണിക എന്ന കവിതാ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പവിത്രൻ തീക്കുനി. ഫോറസ്റ്റ് ബുക്സാണ് മണികർണിക പ്രസിദ്ധീകരിച്ചത്. മാധവൻ പുറച്ചേരി പുസ്തകം ഏറ്റുവാങ്ങി. ശിവൻ തെറ്റത്ത് പുസ്തകം പരിചയപ്പെടുത്തി. പ്രകാശന ചടങ്ങിൽ TV അജയകുമാർ അധ്യക്ഷത വഹിച്ചു. AV പവിത്രൻ, AK ഈശ്വരൻ, K ശിവകുമാർ, അഡ്വക്കേറ്റ് ബിനീഷ, ഗംഗൻ കുഞ്ഞിമംഗലം, സദാശിവൻ ഇരിങ്ങൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പടന്ന തെക്കേക്കാട് ശ്രീ മുത്തപ്പൻ മടപ്പുരയ്ക്കെതിരായി നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ മുത്തപ്പൻ മടപ്പുര ട്രസ്റ്റ് ഭാരവാഹികൾ രംഗത്ത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുത്തപ്പൻ മടപ്പുരക്കാർ വോട്ട് മറിച്ചു എന്ന പരാമർശത്തിൽ പ്രതിഷേധം അറിയിച്ചാണ് ട്രസ്റ്റ് ഭാരവാഹികൾ രംഗത്തെത്തിയത്. മുത്തപ്പൻ ട്രസ്റ്റിനെ കരുതലായി തേക്കാനും മുത്തപ്പൻ ട്രസ്റ്റ് ഇല്ലാതാക്കാനും വേണ്ടിയുള്ള നിജമായ പ്രവൃത്തിക്ക് ആഹ്വാനം ചെയ്യുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നു നമ്മുടെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരാണ്. ഇത് മനസ്സിലായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് 14-ാം തീയതി തെരഞ്ഞെടുപ്പ് 8-ാം തീയതി 7-ാം തീയതിക്ക് മുമ്പേ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നിങ്ങളിതൊന്ന് ഇടപെടണം, നിങ്ങളൊന്ന് സംസാരിക്കണം, ഇതിനൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അയാള് മടപ്പുരയിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ ട്രസ്റ്റ് അംഗങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചതിനും വീടാക്രമിച്ചതിലും ആഹ്ലാദ പ്രകടനത്തിൽ കൊലവിളി മുദ്രാവാക്യങ്ങളിൽ മുത്തപ്പൻ മടപ്പുരയെപ്പറ്റി മോശമായി പരാമർശിച്ചതിലും മടപ്പുരക്കാർ പണം വാങ്ങി വോട്ട് മറിച്ചു എന്നതിലും പ്രതിഷേധിച്ചാണ് മുത്തപ്പൻ മടപ്പുര ട്രസ്റ്റ് അംഗങ്ങൾ രംഗത്തെത്തിയത്. പടന്ന തെക്കേക്കാട് മടപ്പുര തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിയമപരമായി ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. മടപ്പുര മദ്യ, മയക്കുമരുന്ന്, രാഷ്ട്രീയ ബിസിനസ് കേന്ദ്രമാണ് എന്ന രീതിയിൽ വ്യാജ നോട്ടീസുകൾ പ്രചരിപ്പിക്കുന്നത് ഈശ്വര വിശ്വാസികളിൽ മടപ്പുരക്കെതിരായി വികാരമുണ്ടാക്കുവാനും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മടപ്പുരയെ തകർക്കാനുള്ള ഹീനമായ ശ്രമത്തിന്റെ ഭാഗമാണെന്നും മടപ്പുര ഭാരവാഹികൾ അറിയിച്ചു. മടപ്പുരയിൽ ആർക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ല.
ട്രസ്റ്റ് ബൈലോ പ്രകാരം ട്രസ്റ്റിലേക്ക് വിശ്വാസികളായ ആളുകളെ ഉൾപ്പെടുത്താറുണ്ട്. ട്രസ്റ്റിന് മടപ്പുരയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം സമാനമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റൊരു ട്രസ്റ്റിനെ ഏൽപ്പിക്കുമെന്ന ട്രസ്റ്റ് ബൈലോ നിലവിലുണ്ടെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് കേക്ക് വിപണി സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് പയ്യന്നൂർ കമല ബേക്കറി. കാണാം ക്രിസ്മസ് മധുരം. ക്രിസ്മസിന് ഇനി ദിവസങ്ങൾ മാത്രം. ഈ ആഘോഷവേളയിൽ ഏവർക്കും പ്രിയപ്പെട്ട കേക്കുകൾ ഒരുക്കി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പയ്യന്നൂരിലെ കമല ബേക്കറി. ക്രിസ്മസിനെ വരവേൽക്കാൻ കമല ബേക്കറിയിൽ കേക്കുകളുടെ വൈവിധ്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്ത ദിവസം മുതൽ പയ്യന്നൂർ കമല ബേക്കറിയിലും സഹോദര സ്ഥാപനമായ പെരുമ്പയിലെ പയ്യന്നൂർ ബേക്കേഴ്സിലും വിവിധ കേക്കുകൾ ലഭ്യമാകുമെന്ന് കമല ബേക്കറി ഉടമ തമ്പാൻ പറഞ്ഞു. കോവിഡ് സാഹചര്യത്തിൽ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചുകൊണ്ടാണ് കേക്ക് വിപണി ഒരുക്കുന്നത്. ക്രിസ്മസ് കേക്കുകളുടെ വിപണി സജീവമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഏകദേശം കേക്കുകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ് നാളെ പയ്യന്നൂർ ബേക്കേഴ്സ് പെരുമ്പയിൽ നാളെ നമ്മളെ ഷോപ്പിൽ കേക്കുകൾ ഏകദേശം പരമാവധി ഫ്രഷ് ക്രീം കേക്ക് മറ്റുള്ള എല്ലാ ഐറ്റംസ് കേക്കുകളും അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ കമല ബേക്കറിയിലും ഞങ്ങളുടെ ക്രിസ്മസ് കേക്ക് വിപണി നാളെ മുതൽ സജീവമായിരിക്കും. മുഴുവൻ ആൾക്കും ഏകദേശം നമ്മളെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള കേക്കുകൾ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ വിപണി മോശമാവില്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങളുള്ളത്. അപ്പം ഏതായാലും ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം എന്ന് വേണം പ്രതീക്ഷ. വില എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ അതേ റേറ്റ് തന്നെയാണ്. ഈ പ്രാവശ്യം ഒരു പൈസ പോലും കൂടിയിട്ടില്ല. കുറച്ചും കൂടി കുറച്ച് ചില ഐറ്റംസിന് കുറച്ച് കുറഞ്ഞ റേറ്റാണ്. നമ്മുടെ അടുത്ത് എല്ലാ വെറൈറ്റി പ്രാവശ്യം റെയിൻബോ കേക്ക്, റെഡ് വെൽവെറ്റ്, പഞ്ചിയോ എന്നുള്ള എല്ലാ ഐറ്റംസും ഫ്രഷ് ക്രീം കേക്കുകളുണ്ട്. ഫ്രഷ് ക്രീം കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിന് 600 രൂപയും സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റിന് 400 രൂപയാണ് വില കിലോന്. ബാക്കിയുള്ള വൈറ്റ് ഫോറസ്റ്റ് അതേ 400 തന്നെയാണ്. ബാക്കി ഒരുപാട് കേക്കുകൾ ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളെ ബേക്കറിയിലുണ്ട് ഏകദേശം 3. കഴിഞ്ഞ തവണ ഉണ്ടായ അതേ വിലയിൽ തന്നെയാണ് ഇത്തവണയും വിപണിയെന്നും ചില ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ക്രിസ്മസ് വന്നെടുക്കുമ്പോൾ ഇനിയുള്ള ദിനങ്ങൾ കേക്ക് വിപണിയുടേതാകും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാങ്കോൽ ശ്രീ വൈദ്യനാഥേശ്വര ക്ഷേത്രം തെക്കൻ കരിയാത്തൻകോട്ടം ഉത്സവം ഡിസംബർ 19 മുതൽ 23 വരെ നടക്കുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ ചടങ്ങുകൾ മാത്രമായാണ് ഉത്സവം നടത്തുന്നത്. ഉത്സവത്തിന്റെ ഒന്നാം ദിനത്തിൽ സമുദായാംഗങ്ങളുടെയും നാട്ടുകാരുടെയും നല്ല പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. സന്ധ്യപൂജയോടെ നട തുറന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നവർക്ക് ദർശനത്തിന് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് സൗകര്യമൊരുക്കി കൊടുത്തിരുന്നു. പിന്നീട് ക്ഷേത്രം കോയ്മ, തെയ്യക്കോലാധാരികൾ, മറ്റ് അവകാശികൾ എന്നിവർക്ക് ദക്ഷിണ നൽകുകയും ചെയ്തു. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കാങ്കോൽ ശ്രീ വൈദ്യനാഥേശ്വര ക്ഷേത്രം തെക്കൻ കരിയാത്തൻകോട്ടത്തിൽ ഡിസംബർ 19 മുതൽ 23 വരെയാണ് ഉത്സവം നടക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചടങ്ങുകൾ മാത്രമായാണ് ഉത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും.
ഡിസംബർ 20. കോവിഡ് പശ്ചാത്തലത്തിൽ ആളും ആരവങ്ങളുമില്ല. കരിവെള്ളൂർ രക്തസാക്ഷിയുടെ ഓർമ്മ പുതുക്കി രക്തസാക്ഷി നഗറിൽ പതാക ഉയർത്തി. കർഷക സമരങ്ങൾ ഇന്നും അടിച്ചമർത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ടി.ഐ. മധുസൂദനൻ. KSTP റോഡിൽ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി താവം റെയിൽവേ മേൽപ്പാലം. എക്സ്പാൻഷൻ ജോയിന്റുകൾക്കിടയിലെ പൊട്ടിയ ഇരുമ്പ് കവചം മാറ്റി സ്ഥാപിക്കാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ടി.വി. രാജേഷ് MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു. LDF മുൻ വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റ ശ്രമവും അസഭ്യവർഷവും. പരാതിയുടെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. പയ്യന്നൂരിലെ കോൺഗ്രസിനകത്തുണ്ടായ പൊട്ടിത്തെറിക്ക് പിന്നാലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി 3ആയി വിഭജിക്കുന്നു. കോൺഗ്രസിനേറ്റ കനത്ത പരാജയം പാർട്ടിക്കകത്ത് ഉൾപ്പോര് ശക്തമാക്കുന്നു. പുളിങ്ങോം മണ്ഡലം പ്രസിഡന്റിന്റെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെ രംഗത്ത്. ചെറുപുഴ തേജസ്വിനിപ്പുഴയുടെ കമ്പിപ്പാലം ഭാഗത്ത് നിർമ്മിച്ച വെന്റഡ് ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ ഇനിയും നടപടിയായില്ല. ഇത്തവണയും ഇക്കോ പാർക്കിൽ പ്രതീക്ഷയർപ്പിച്ച് കുണിയൻ ജനങ്ങൾ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.